ഹായ്. അങ്ങനെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2025 എന്ന് അവസാനിക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ടെന്ന് എടുത്തു പറയാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം എൻ്റെ ലൈഫിൽ വിസിബിളായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്ന വർഷം അത് 2025 മാത്രമാണ്. അതിലെനിക്ക് ഏറ്റവും മനസ്സിൽ തട്ടി പറയാവുന്നൊരു കാര്യം, എൻ്റെ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ ഇത്രയധികം ചിരിച്ചൊരു വർഷം അത് ഈ വർഷം 2025. ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ചിരിച്ചു, ഒരുപാട് സന്തോഷിച്ചു, മനസ്സറിഞ്ഞ് ചിരിച്ചത് 2025-ലാണ്. ചെറുതാണെങ്കിലും ഞാൻ തനിയെ യാത്ര ചെയ്യാൻ തുടങ്ങിയത് 2025-ലാണ്. ഒരുപാട് യാത്രകൾ ചെയ്ത വർഷം 2025-ആണ്. പിന്നെ ഒരു ഡാൻസർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരുപാട് സ്റ്റേജിൽ കയറി പ്രോഗ്രാം ചെയ്തത് 2025-ലാണ്. പിന്നെയുള്ളത് ചെറുതാണെങ്കിലും കണ്ടൻറ്റുകൾ എഴുതാനും അത് ചെയ്യാനും തുടങ്ങിയ വർഷം 2025-ആണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മൾ എവിടെ പോയാലും ആരെങ്കിലും ഒരാളെങ്കിലും നമ്മളെ തിരിച്ചറിയും. അത് തരുന്നൊരു സന്തോഷം വളരെ വലുത് തന്നെയാണ്. 2 ഷോർട്ട് ഫിലിം ചെയ്യാൻ പറ്റി. ഇതൊന്നും ഞാൻ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ്. അല്ലെങ്കിൽ എനിക്കിങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നൊരു കാര്യമല്ല. അതൊക്കെ എന്നിലേക്ക് തിരിച്ചെത്തിയത് ഈ വർഷമാണ്. പിന്നെ എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ ലഭിച്ച വർഷം 2025-ആണ്. ഒരുപാട് ആൾക്കാരെ തിരിച്ചറിയാനും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റിയൊരു വർഷം 2025-ആണ്. നമ്മുടെ ആ ചുറ്റുപാടുള്ളത് മാത്രമല്ല ലോകം എന്ന് തിരിച്ചറിയാൻ പറ്റിയത് 2025-ആണ്. പിന്നെ ഞാൻ ഒരുപാട് ഇമോഷണലായൊരു വർഷം ചിലപ്പോൾ അത് 2025 തന്നെയാണ്. കാരണം ഒരുപാട് ഇമോഷണൽ സ്റ്റേജസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും 2025 എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വർഷമാണ്. ഈ വർഷം എൻ്റെ കൂടെ നിന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഫാമിലി അല്ലാതെ കൂടെ നിന്നവരും നമ്മളെ സന്തോഷിപ്പിച്ചവരും എന്താ പറയുക, നമ്മളെ ആത്മാർത്ഥമായിട്ട് ചിരിപ്പിച്ചവരും നമ്മളെ മനസ്സിലാക്കിയവരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം അതുകൊണ്ട് എങ്ങനെ നോക്കിയാലും 2025 എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വർഷമാണ്. 2026-ലേക്ക് കിടക്കുമ്പോഴും എക്സ്പെക്റ്റേഷൻസ് ഒന്നുമില്ലാതെ പോവുക എന്നുള്ളതാണ് ഞാനെടുത്തൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ. ലൈഫിൽ എക്സ്പെക്റ്റേഷൻസ് ഒഴിവാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ടാവും, രണ്ടേയും അതിൻ്റേതായ രീതിയിൽ എടുക്കുക. ഇന്ന് നമുക്കൊരു വിഷമം ഉണ്ടായാലും അതല്ല ലൈഫിൻ്റെ അവസാനം എന്ന് വിചാരിക്കുക. നമുക്ക് സന്തോഷിക്കാനും നമുക്ക് ചിരിക്കാനും നമുക്ക് പെർഫോം ചെയ്യാനും പറ്റുന്ന അവസരം നമ്മുടെ ലൈഫിൽ വരും. പിന്നെ കർമ്മയിൽ ബിലീവ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. കർമ്മയിൽ വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷെ അതൊന്നും കൂടി ഊട്ടി ഉറപ്പിച്ച് അടിവരയിട്ടൊരു വർഷം 2025-ആണ്.